നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കുറേ ദിവസങ്ങളായിട്ടെല്ലാം വെജ് അച്ചാറുകൾ നാരങ്ങയും മാങ്ങയൊക്കെ കൂടുതലായിട്ട് കിട്ടിയാൽ നമ്മൾ എങ്ങനെ അച്ചാറിടും എന്ന വീഡിയോസുകളായിരുന്നു കേട്ടോ നമുക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ അതിനെ തുടർന്നുള്ള ക്ലാസ്സുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് ചോദിച്ചു, അപ്പോൾ ചേച്ചി ഞങ്ങൾ കടലിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത്, അവിടെ ചില സമയങ്ങളിലൊക്കെ ഒരുപാട് മീനുകളിൽ നല്ല വില കുറച്ചൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളൊക്കെ കുറേ മേടിച്ച് വറുത്തൊക്കെ തിന്ന് നമുക്കതിന് മാത്രം ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾ അത് അച്ചാർ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന മീനുകൾ ഇറച്ചിയൊക്കെ ഇടാമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ചേച്ചി ആ മീൻ കൂടുതലായിട്ട് ഇടുന്ന വീഡിയോസ് ഒന്ന് ഇടാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ച്, ഞങ്ങൾ ഹൈ റേഞ്ചുകാരാണ്, ഞങ്ങൾ ഇടുക്കിയാണ് സ്ഥലം. അപ്പം ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മാങ്ങയും അങ്ങനെ ലൂബിക്ക അതുപോലെ ഇരുമ്പുളി അതുപോലെയൊക്കെയുള്ള സാധനങ്ങളാട്ടോ കൂടുതലായിട്ടും കിട്ടുന്നത്. അങ്ങനെ മീനിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല, കൂടുതൽ വില കുറച്ച് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ മീനുകൾ കൂടുതലായിട്ട് വില കുറച്ച് കിട്ടിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ വിലയ്ക്ക് കിട്ടുന്നത് നമുക്ക് ഉണ്ടാക്കി വെച്ച് 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും നല്ല വിലയ്ക്ക് നമുക്ക് വിൽക്കാം. നല്ല ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ സാധനങ്ങൾ മീനൊക്കെ ആണെങ്കിലും 6 മാസം ഉറപ്പായിട്ട് നമുക്ക് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ മീനുകളും കേടുകൂടാതെ എങ്ങനെ ദീർഘകാലം സൂക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ രാവിലെ 10 മണി മുതൽ 6 മണി വരെ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ക്ലാസ്സുകൾക്കാണെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 30 കിലോ മീനാട്ടോ. ആ 30 കിലോ മീൻ നമുക്ക് കഷ്ണങ്ങളാക്കി അതെങ്ങനെ വറുത്തൊക്കെ നമുക്ക് നല്ലോണം ആട്ടോ അച്ചാറിടുന്നത്. അപ്പോൾ 30 കിലോ മീനെന്ന് പറയുമ്പോൾ നമുക്ക് വെട്ടിയൊക്കെ എടുത്തു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 20 കിലോ മീനേ കിട്ടുള്ളൂ. 1 കിലോ മീൻ വെട്ടുമ്പോൾ 700 ഗ്രാം എന്നാണ് കണക്ക്. അപ്പോൾ 7 3 21 കിലോ എന്ന് പറഞ്ഞാലും നമുക്ക് 20 കിലോ എന്ന് കൂട്ടാം. ടോട്ടൽ 20 കിലോ മീൻ എങ്ങനെ അച്ചാർ 30 കിലോ ആട്ടോ ടോട്ടലുള്ളത്. വെട്ടി തേച്ച് കഴി എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 20 കിലോ മീൻ നമുക്ക് എങ്ങനെ അച്ചാറിട്ട് നമുക്ക് എല്ലാവർക്കും വിപണിയിൽ എത്തിക്കാമെന്ന് നോക്കാം. കുടുംബിനികളെല്ലാം വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ബിസിനസ്സായിട്ട് എടുക്കണം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വന്നാലോ ഒക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ കൂടണം. രാവിലെ 10 മണി മുതൽ 6 മണി വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 70 25 885 778 നമ്പറിലോ 9497 445 778 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നതാണ് സമയം അനുസരിച്ച്. അപ്പോൾ എല്ലാവരും ഓരോ ബിസിനസ്സായിട്ട് നമ്മൾ മുമ്പോട്ട് ഇറങ്ങണം. നമ്മൾ സ്ത്രീകൾ ആരും തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട കേട്ടോ. നല്ലൊരു പുതുവത്സരമൊക്കെ കഴിഞ്ഞു. ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മീൻ എങ്ങനെ അച്ചാറിടാം എന്ന് കൂടുതലായിട്ട് അച്ചാറിടാമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോസൊക്കെ ഇട്ടോ. ഇന്നലെയൊക്കെ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ വീഡിയോ എന്നാ കാണാത്തത്, ഞങ്ങൾ ഇന്നാണല്ലോ കണ്ടത് എന്നൊക്കെ പറഞ്ഞു. എതിർച്ച കണ്ടതാണേലും ഓർക്കപ്പുറത്ത് കണ്ടതാണെങ്കിൽ പോലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെയുള്ള വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. എല്ലാ വീഡിയോസും കാണാൻ പറ്റും. പിന്നെ വിമലാമ്മയുടെ രുചിക്കൂട്ട് എന്നാണ് യൂട്യൂബ് ചാനലിന് നമ്മുടെ പേര്. അതടിച്ചു കൊടുത്ത എല്ലാത്തരം വീഡിയോസും കിട്ടും. അതിനകത്ത് ഒത്തിരി നമ്മൾ വ്യാവസായികമായിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ബിസിനസ് വീഡിയോസുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ള. സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഗുണകരമാകുന്ന നല്ല ഇനിയും വീഡിയോസുകൾ കണ്ടിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ആണെങ്കിലും നമ്മുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു 5-6 കിലോ ഒക്കെ ഉള്ളൂ ഒരു മീൻ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള മീൻ കിട്ടിയാൽ നമുക്ക് കൈ പിടിച്ചൊന്ന് നമുക്ക് വെട്ടിയെടുക്കൽ അപ്രായോഗികമാണ്. അപ്പോൾ പുതിയ ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇത് കേട്ടോ നമുക്ക് ഇങ്ങനെ എളുപ്പപ്പണി കാണിച്ചിരുന്ന കേട്ടോ. ബാക്കിയുള്ളത് നമ്മുടെ സ്റ്റാഫുകൾ വെട്ടിക്കോളും, ഇല്ലെങ്കിൽ എൻ്റെ കടയിൽ നിൽക്കാനുള്ളതാണ്. അപ്പോൾ മേലൊക്കെ ചീത്തയാവും. അപ്പോൾ നിങ്ങളെ വീഡിയോയ്ക്ക് മാത്രമായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ എത്ര വലിയ മീനും കൊണ്ടുവന്ന് നിവർത്തി ഒരു ഡെസ്കയിലേക്ക് അങ്ങ് വെച്ചിട്ട് ഇതുണ്ടോ ഇതുപോലെ എടുക്കുമ്പം
ഇതുപോലെ എടുക്കുമ്പോൾ തൊലി ശരിക്കും പൊക്കോളും. ഇതുണ്ടോ, നല്ല കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് ഈ തൊലി കളഞ്ഞാൽ മതി. ടോട്ടലി എല്ലാവരും തൊലി പൊളിച്ചിട്ട് ചെയ്യണമെന്ന് പറയും. തൊലി പൊളിക്കൽ അത്ര എളുപ്പമല്ല. ഇതുണ്ടോ, ഇതിൻ്റെ വെറുതെ തൊലി നമുക്ക് വെറുതെ പോകും. അങ്ങനെ നല്ല കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് മൊത്തം കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് വറുത്ത് വരുന്ന അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ കാണിച്ചു തരാം. നമുക്ക് മൊത്തം നമ്മൾ ക്ലീനാക്കി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ടോട്ടൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതുണ്ടോ, ഇത്രയും മുഴുപ്പുള്ള കഷ്ണങ്ങളാക്കി എടുക്കണേ. നമുക്ക് ഇപ്പം നല്ല ഫ്രഷായിട്ടുള്ള നല്ല കേരയാട്ടോ കിട്ടിയേക്കണേ. അപ്പോൾ കേര പുതിയ രീതിയിൽ കണ്ടിക്കുന്ന ഞാൻ കാണിച്ചു തന്നില്ല, എളുപ്പം കേട്ടോ. അതുകൊണ്ടോ നടുവശം തന്നെ ഞാൻ കയറി എടുത്തിട്ട് നമുക്ക് ചുമ്മാ കത്തിയും കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി എടുത്താൽ മതി. നല്ല അടിപൊളി കഷ്ണങ്ങളായിട്ട് കിട്ടുമേ. ഇതുണ്ടോ, കഷ്ണങ്ങളാക്കി എടുക്കുക, തൊലി കളയുക. വലിയ മീനൊക്കെ നമുക്ക് പെണ്ണുങ്ങൾക്കൊന്നും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളത് ശരിക്കും ഇതിനകത്തേക്ക് വയ്ക്കുന്നതുണ്ടോ, ബാക്കി കറക്റ്റായിട്ട് നമ്മൾ വേസ്റ്റിലിട്ട് പോയത്. ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ശരിക്കും കണ്ടിച്ചെടുക്കണം. വലിയ 10-50 കിലോയുള്ള മീനൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ നല്ല സുഖമായിട്ട് കണ്ടിച്ചെടുക്കാം. ഇതുണ്ടോ, ഒട്ടും തന്നെ പോകില്ല. ഞാൻ എൻ്റെ എളുപ്പത്തിന് കണ്ടുവെച്ച പണിയാ കേട്ടോ ഇത്. എല്ലാവരും തൊലി പൊളിച്ചിട്ടുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടോ, കഷ്ണം വേറിട്ട് കിട്ടുകയും ചെയ്യും. വേഗം നന്നാക്കി എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ തന്നെ നന്നാക്കണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും തൊലി പൊളിച്ചിട്ട് നന്നാക്കാനൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ മീൻ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് ഒന്നിച്ച് മുളക് പുരട്ടണമൊക്കെ കാണിച്ചു തരാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ച് കുറേശ്ശെ വേഗം വറുത്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സമയം കിട്ടുന്ന സമയത്തിന് ഞാൻ കുറച്ചെടുത്ത് അതെങ്ങനെയാണ് മുളക് പുരട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇത്രയും മീനുള്ളപ്പോൾ അത് നമുക്ക് 100 ഗ്രാം മുളക് പൊടിയും ഒരു 100 ഗ്രാം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചെറിയ അളവിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ അത്യാവശ്യം നമുക്കതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ടോട്ടലി നമ്മൾ 100 ഗ്രാം എടുത്ത് ഇടണം കേട്ടോ ഇതിന് പുരട്ടാനായിട്ട്. ഇത് ഇപ്പം ഞാൻ എടുത്തത് കുറച്ചിട്ടു. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി, ഒരു കുറച്ചിന് മാത്രം വിനാഗിരി, കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് വറക്കാനായിട്ട് നമ്മൾ ചേർത്ത് വെച്ചിരുന്നിട്ട് നമ്മൾ വറക്കേണ്ടത്. വിനാഗിരിയൊക്കെ ചേർത്ത് ഇച്ചിരി വിനാഗിരിയൊക്കെ ചേർത്ത് വറക്കുമ്പോൾ നല്ല കഷ്ണങ്ങളൊക്കെ മുറുകി ഇരിക്കുന്നോളും. ഓവറായിട്ട് മുളക് പൊടി കൊടുക്കണ്ട. അപ്പോൾ എണ്ണയെല്ലാം നല്ല കറുത്ത് ഒരു ശരിയല്ലാതെ വരും. അപ്പോൾ നമ്മൾ മുളക് പൊടി ആദ്യം പിന്നെ കൂട്ടുമ്പോൾ നന്നായിട്ട് കൂട്ടിയാൽ മതി. വറക്കാനായിട്ട് നമ്മൾ നേരിയതായിട്ട് ചേർത്താൽ മതി. നമ്മളാകുന്ന കഷ്ണിച്ചെടുക്കണ അനുസരിച്ച് നമ്മളതുകൊണ്ട് വറക്കാനിട്ടതാട്ടോ. ഇതുണ്ടോ, ഏകദേശം ഇത് മൂത്ത് ഇതുണ്ടോ നല്ലോണം തന്നെ പാകമായി. ഇത് നമുക്ക് കോരാറായിട്ടുണ്ട്. അത് നമുക്ക് കോരി എടുത്തിട്ട് അടുത്ത് ഓരോന്ന് ഇട്ട് കൊടുക്കണം. ഇത്രയും ഇതുണ്ടോ നമ്മൾ വറുത്ത് കോരി വയ്ക്കാനാണ്. 30-40 ഗ്രാം മീനൊക്കെ മേടിച്ചാൽ ഒരു ചെറിയ ഒരു ഉരുളി മീനായിട്ടാ കാണുള്ളൂ, കണ്ടമാനമൊന്നും കാണില്ല. അപ്പോൾ ഇത് ഇത്രയും വറുത്ത്, ഇനി കുറച്ചും കൂടിയാണ് വറക്കാനുള്ളൂ. അപ്പോൾ വറക്കുന്നതനുസരിച്ച് നമുക്ക് വേഗം അച്ചാറും കൂടി ഇട്ട് പോകേണ്ടതുണ്ട്. 5 മണിക്ക് മുമ്പ് അതെല്ലാം തന്നെ അച്ചാറിട്ട് തീർക്കണം. അപ്പോൾ അതുകൊണ്ടാട്ടോ ധൃതിയായിട്ട് കുറേശ്ശെ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതുണ്ട്, ഈ മൂപ്പിനാണ് കേട്ടോ നമ്മൾ കോരി എടുക്കേണ്ടത്. അത് കോരി എടുത്തിട്ട് നമുക്കിനി അടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീൻ കഷ്ണമൊക്കെ രാവിലെ തുടങ്ങി പണിയാട്ടോ. ഇപ്പോൾ നേരെ സമയം 5 മണി ആറായി. അപ്പോഴാണ് നമ്മളതെല്ലാം വെട്ടി അരപ്പ് തിരുവി എല്ലാം നമ്മൾ അടുപ്പയിൽ വെച്ച് ഇപ്പോൾ ലാസ്റ്റ് വറക്കലും കൊണ്ട് നമുക്ക് വറുത്ത് തീർന്നേ. അപ്പോൾ നമുക്കത് അത്രയും മീൻ വറക്കാനായിട്ട് നമ്മൾ എടുത്തത് 4 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ്. അതിൽ വറക്കുകയും ചെയ്യണം, അച്ചാറിടണം. അപ്പം നമ്മൾ അത് അത്രയും ഒഴിച്ചു. ഇപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വറുത്ത് തീർന്നു. ഇനി നമ്മൾ വറുത്ത് തീർന്ന കോരി എണ്ണയിലേക്കാട്ടോ ബാക്കി സാധനങ്ങൾ ഇടുന്നതിന് വേണ്ടിയിട്ട് 100 ഗ്രാം കടുക്, അടുത്തതായിട്ട് നമുക്ക് 800 ഗ്രാം പച്ചമുളകാണ് എടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 200 ഗ്രാമോളം, 200 അല്ലെങ്കിൽ 300 ഗ്രാം, അത്ര ഇഞ്ചി എടുത്താലും കുഴപ്പമില്ല. ഇഞ്ചി കൂടിപ്പോയെന്ന് ഓർത്തും കുഴപ്പമില്ല. ഒരു 300 ഗ്രാം എടുത്തു. ശരിക്കും ഇത് 300 ഗ്രാമാണ് നമ്മൾ എടുത്തേക്കുന്നത്. നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. വെളുത്തുള്ളി 800 ഗ്രാമാണ് നമ്മൾ എടുത്തത്. അത് നടുവെ പൊളന്ന് ചെറുതായിട്ട് കീറിയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഇട്ടാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ 800 ഗ്രാം വെളുത്തുള്ളി.
കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിലേക്കാണെങ്കിൽ ഇഷ്ടം പോലെ വാരി ഇട്ടോട്ടോ. ഒത്തിരി നല്ലതാണ്. മീനിന് ഒത്തിരി കറിവേപ്പില ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ കായം നന്നായിട്ട് ചേർക്കണം കേട്ടോ. നമുക്ക് 200 ഗ്രാം കായം ഉണ്ട്. അത് 50 ഗ്രാമിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ടതാണ്. അത് 200 ഗ്രാം ഉണ്ട്. പിന്നെ ഒരു 4 സ്പൂണ് മഞ്ഞൾപ്പൊടി. കാശ്മീരി ചില്ലി നമ്മൾ 20 കിലോ മീനുണ്ട്, അതുകൊണ്ട് നമുക്ക് 2 കിലോ കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി വേണം. ഉപ്പ് പിന്നെ ഞാനൊരു കപ്പിനകത്ത് എടുത്ത് വെച്ചതേ ഉള്ളൂ. ആവശ്യത്തിന് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഉപ്പിട്ടോ കേട്ടോ. പിന്നെ നമ്മൾ 2 ലിറ്റർ വിനാഗിരിയും 2 ലിറ്റർ തിളപ്പിച്ച വെള്ളമാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. 2 ലിറ്റർ വിനാഗിരിയും തിളപ്പിച്ച വെള്ളമാകുമ്പോൾ ലിക്വിഡായിട്ട് ശരിക്കും ഗ്രേവി ആകേണ്ടതാണ്. ആയില്ലെങ്കിൽ നമുക്ക് അന്നേരം കുറച്ച് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടത് കുറുക്കി പറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി അച്ചാറിടുന്നത് എങ്ങനെയെന്ന് നോക്കാവേ. അപ്പോൾ നമ്മുടെ കടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ചെറുതോണിയിൽ നിന്ന് വഞ്ചിക്കവലയ്ക്ക് കയറി വരുന്ന വഴിക്ക് മെയിൻ റോഡ് സൈഡ് തന്നെയാട്ടോ നമ്മുടെ കട. ഞാൻ എല്ലാ വീഡിയോസിലും തന്നെ പറയാറുണ്ട്. അപ്പോൾ പറയുന്ന കേട്ടറിഞ്ഞ് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാനും അച്ചാർ മേടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അച്ചാർ ഹോൾസെയിൽ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സൈസ് അച്ചാറും ഏകദേശം ഒരു 100-150 ഐറ്റം വെറൈറ്റി നല്ല സൈസ് അച്ചാറുകളുണ്ട്. മീനച്ചാറും എല്ലാം നമ്മൾ ഹോൾസെയിൽ കൊടുക്കും. റീറ്റെയിലാണെങ്കിലും ഹോൾസെയിലാണെങ്കിലും ഒക്കെ കൊടുക്കും. കൊറിയർ സർവീസ് എല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ എല്ലാ സൈസ് അച്ചാറുകളും നമുക്ക് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളവർ നമ്മുടെ എപ്പോഴും നമ്മൾ പറയുന്ന നമ്പറാണ് 9497-445-778 എന്ന നമ്പറിൽ മോൻ്റെ നമ്പറാണ്. അപ്പോൾ അച്ചാറുകളൊക്കെ അവനാണ് കൊറിയറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ എല്ലാ സൈസ് അച്ചാറുകളുടെയും വിശദമായ ഡീറ്റെയിൽസും അച്ചാറുകളെ അയക്കുന്നതും എപ്പോൾ കിട്ടുമെന്നും എല്ലാ കാര്യങ്ങളും A to Z എല്ലാം പറഞ്ഞു തരും. അപ്പോൾ അച്ചാറുകൾ കരിമീൻ അച്ചാർ ചൂടനെ അടപ്പ ഇടാൻ പോവുകയാണ് നമ്മൾ. കരിമീൻ അച്ചാർ വേണ്ടവരെല്ലാം നമ്മളെ വിളിക്കണം. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് മീനൊക്കെ ഒരുപാട് കിട്ടാൻ മാർഗ്ഗമുള്ള ആരെങ്കിലും പിന്നെ ഒത്തിരിയും സാമ്പത്തികം ഉള്ളവരും ഇല്ലാത്തവരും എന്നല്ല, നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതാണ് സാമ്പത്തികം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമുക്ക് ഇപ്പോൾ ഒത്തിരി മീൻ വില കുറച്ച് കിട്ടിയാൽ നമുക്കത് ഉണ്ടാക്കി വെച്ചിട്ട് മീൻ ഭയങ്കര വില കയറുന്ന സമയത്ത് അച്ചാറുകളൊക്കെ കൊടുത്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലോർക്കാത്ത നല്ലൊരു പൈസ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും കുടുംബിനികളെല്ലാവരും അച്ചാറുകളുടെ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സായിട്ട് മുമ്പോട്ട് വരണം. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു. ഫോൺ നമ്പർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 70-25-885-778 എന്ന നമ്പറിൽ ക്ലാസ്സുകൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. ഇത് ഇത്രയും ഒരു 10-100 കിലോ അച്ചാറുണ്ടാക്കിയാലൊക്കെ നമുക്ക് ചെറുതായിട്ട് അതിനകത്ത് നമുക്ക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്കത് ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാൻ അത് കേടുകൂടാതെ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളെ വിശദമായിട്ട് പഠിപ്പിച്ച് തരുന്നൊരു ക്ലാസ് ആട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ വിളിക്കുക. ഞങ്ങളെല്ലാ അച്ചാറുകളും വിറകടുപ്പിലാട്ടോ ചെയ്യണേ. ഒത്തിരി വേഗം ഒരുപാട് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ എളുപ്പം കഴിയും. അപ്പോൾ നമ്മൾ 4 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എല്ലാം തന്നെ വറുത്ത് കോരിയെടുത്തു. മിച്ചം ഇത്രയും 1 കിലോയുടെ എണ്ണ മിച്ചമുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാതെ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് എരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമ്മൾ കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് ഒന്നിച്ചിട്ട് പൊട്ടിച്ച് കൊടുക്കാവേ. വെളുത്തുള്ളി ഇട്ടു, കൂടി ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഉള്ളിയും പച്ചമുളകൊക്കെ കൂടെ നന്നായിട്ട് വറുത്തെടുത്തു. പച്ചമുളകൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് തന്നെ കുഴഞ്ഞ പരുവത്തിൽ എടുക്കരുത് കേട്ടോ, അപ്പോൾ അച്ചാർ കേടായി പോവേ. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടോ കാണിക്കുമ്പോൾ കിലിന്ന് കേൾക്കുന്നത് അതുപോലെ നമുക്ക് വറുത്തെടുക്കണം. ഇനി നമുക്ക് കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 കിലോ മുളക് പൊടി ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. 20 കിലോ മീനായതുകൊണ്ട് 2 കിലോ മുളക് പൊടി. ശരിക്കും മീനിൻ്റെ കളറ് ശരിക്കും നല്ല ചുമന്ന കളറാണ് വേണ്ടത്. ഇറച്ചിക്കാണെങ്കിൽ ലൈറ്റ് ബ്രൗണും. അപ്പോൾ നമുക്കത് ശരിക്കും പച്ചയാവും മാറ്റുന്ന വഴി ഇളക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് വിനാഗിരിയും തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാതെ. മുളക് പൊടിയുടെ പച്ചചാവ് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു ഇനി ആദ്യമായിട്ട് നമുക്ക് 2 ലിറ്റർ വിനാഗിരി ഒഴിച്ച് കൊടുക്കാവേ. അത്രയും മുളക് പൊടി ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ലിറ്റർ വിനാഗിരി ഒഴിച്ചാൽ ഒന്നും ആവില്ല. ശരിക്കും ഇതുണ്ടോ ശരിക്കും ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ലിറ്റർ തിളപ്പിച്ച വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ.
അപ്പോൾ നമ്മൾ 2 ലിറ്റർ വിനാഗിരിയും 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ ഗ്രേവി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ലിറ്റർ തിളപ്പിച്ച വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കാവേ. ഗ്രേവി നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. അത്യാവശ്യം 1/2 കിലോ ഉപ്പെങ്കിലും വേണ്ടി ഒരു 1/2 കിലോ പറ്റുമോ നോക്ക്. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമുക്ക് അതിനകത്തേക്ക് കായം ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉലുവപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. 1 സ്പൂൺ മാത്രം ഉലുവപ്പൊടി മതി, ഇല്ലെങ്കിൽ കൈക്ക്. ഉലുവപ്പൊടിയുടെ കാര്യം മുമ്പേ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, അപദേശം മറന്നു പോയതാണ്. ഉലുവപ്പൊടി നിർബന്ധമായിട്ട് വേണം കേട്ടോ. നമുക്ക് ഉപ്പായി എരിവായി പുളിയായി എല്ലാ സാധനങ്ങളും. ഇനി നമുക്കത് വറുത്ത് വെച്ചേക്കുന്ന ഇതുണ്ടോ മീൻ കഷ്ണങ്ങൾ കാണിച്ചിട്ട് ഉണ്ടോ, മീൻ കഷ്ണങ്ങൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതുണ്ടോ. അപ്പോൾ നമ്മൾ ചേരുവകളെല്ലാം ചേർത്ത് നല്ല ഇതുണ്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി അച്ചാറാണ്. കണ്ടാൽ ആർക്കും ഒരു വർഷം കൂട്ടാൻ തോന്നുന്നു. നല്ല എന്താ സെറ്റപ്പൊന്നും, നല്ല അടിപൊളി അച്ചാർ. അപ്പോൾ നിങ്ങളെല്ലാവരും മീൻ കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കൂടുതൽ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുന്നതിനുപരിയായിട്ട് നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടുകയും വേണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കുറുകി പറ്റട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം. ഇത് കണ്ടോ, എല്ലാം കുറച്ച് സമയമായി നല്ലോണം കുറുകി. ഇതുണ്ടോ, നല്ല ഗ്ലാമറുള്ള നല്ല അച്ചാർ. അപ്പോൾ നിങ്ങൾക്ക് കേര കിട്ടുവാണെങ്കിലോ ഓലക്കൊടിയും കിട്ടുവാണെങ്കിലും എന്ത് മീൻ കിട്ടുവാണെങ്കിലും നമുക്ക് ഇതേ അളവിൽ നല്ലോണം അച്ചാറുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മീനച്ചാർ ആയതുകൊണ്ട് രാവിലെ തന്നെ തുടങ്ങിയതാണ്, ഒരുപാട് സമയമായി, നേരം പോയി. ഇനി അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും മീനച്ചാർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കൂടുതൽ അളവിൽ കിട്ടിയാൽ നമുക്ക് മീനച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എല്ലാം നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.